വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അമ്പലപ്പുഴ ഫ്യൂച്ചർ സംഘടനയുടെ സുഹൈൽ വൈലിത്തറ സ്മാരക സ്കോളർഷിപ്പിന്റെ 3ാം ഘട്ട വിതരണം നടന്നു. വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജി സുധാകരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നൽകി വരുന്ന സുഹൈൽ വൈലിത്തറ സ്മാരക സ്കോളർഷിപ്പിന്റെ 3ാം ഘട്ട വിതരണ പരിപാടിയുടെ ഭാഗമായി ചേർന്നിട്ടുള്ള ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ ചെയർമാൻ നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ഈ വർഷം സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്ന ബഹുമാനായ പ്രവാസ മുഖ്യൻ നമ്മുടെ നാടിന്റെ പ്രിയകരനായ MD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷാനിമോൻ ഏതാണ്ട് 12,000 രൂപയാണ് ഒരു കുട്ടിക്ക് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 2 ലക്ഷം രൂപയോളം ഈ 15 പേർക്കായി വിതരണം ചെയ്യുന്നതായിട്ട് കാണുന്നു. ഫ്യൂച്ചർ ചെയർമാൻ അഡ്വക്കേറ്റ് A. നിസാറുദ്ദീന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി U. അഷ്റഫ് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് UAE എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സാരഥി R. ഹരികുമാർ തട്ടാരുപറമ്പിൽ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തു. TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാനിമോൾ PE സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങി. ഇനി വേദിയിലിരിക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനകരം തോന്നുന്ന 1-2 കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന 1-2 കാര്യങ്ങളുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 10-50 ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി അവരെല്ലാം സമയത്തിന് വരിക, അവരെല്ലാം ചുറ്റോടിയിരിക്കുക, ആയിരിക്കുന്നവരെല്ലാം പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അത് സംഘടിപ്പിച്ച ആളിൻ്റെ അദ്ദേഹത്തോടുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ അതോടുള്ള സ്നേഹം ബഹുമാനമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുക. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചുറ്റുപാടിലിരിക്കുമ്പോൾ തന്നെ എവിടെ നിന്നൊക്കെ ഒരു ഊർജം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇരച്ചെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇവിടെ വന്നിരുന്നുകൊണ്ട് ഒരു കളിതമാശ പറയാനോ അല്ലെങ്കിൽ സംസാരത്തിനിടെ വേറെ വർത്തമാനങ്ങൾ പറഞ്ഞ് വിഷയങ്ങളുമായിട്ട് കൊണ്ടുപോകാനോ, ഒരു സെക്കൻഡ് നമ്മൾ ഈ പറയുന്ന സംസാരത്തിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും രീതിയിലോട്ട് ചിന്തിക്കാനോ സാധിക്കാൻ ശ്രമിക്കാത്ത ഒരു നല്ല സദസ്സിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ മനസ്സിൽ കാണുന്ന പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നാട്ടുകാരെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ വളരെ ഊർജം എവിടെ നിന്ന് നമ്മുടെ ശരീരത്തിൽ കയറും. അതിൻ്റെ വിശദീകരണമാണ് സുധാകരൻ സാറൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ വളരെ പച്ചയോടെ ഒന്നിനെ നോക്കാതെ, അദ്ദേഹത്തിന് നാളത്തെ ഭാവിയെ നോക്കാതെ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളെ നോക്കാതെ, മനസ്സിന്റെ ഉള്ളിൽ വരുന്ന വികാരങ്ങളെ അതുപോലെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. നമ്മൾ എവിടെയാണെങ്കിലും ഒരു സംഘടന, അമ്പലപ്പുഴ ഏത് സംഘടനയാണെങ്കിലും ശരി, സുധാകരൻ സാർ വരുന്നു എന്ന് പറയുമ്പോൾ ആ സദസ്സിന് ഒരു പ്രത്യേകമായ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനുള്ള ഒരു വ്യഗ്രത നമ്മൾ ഓരോരുത്തരും ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു സന്തോഷം പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന, എനിക്ക് ഒത്തിരി ഈ രാഷ്ട്രീയത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്, സമുദായ നേതാക്കന്മാരുണ്ട്, അവരേറ്റവും ഒത്തിരി ആൾക്കാരുമായിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. ഈ രാജ്യത്ത് തന്നെ പല രാജ്യങ്ങളിലുള്ള പല ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ട്. പക്ഷേ സുധാകരൻ സാറിന്റെ പേര് പറയുമ്പോൾ അത് എൻ്റെ മനസ്സിന് ഒത്തിരി ഊഷ്മളത നൽകുന്ന എൻ്റെ നാക്കുകൾക്ക് 1000 നാക്കുകളാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. സുധാകരൻ സാറിനെ ഒന്നിച്ചൊരു വേദിയിലിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് എന്നെ ഈ ലോകത്ത് ജനിപ്പിച്ച ദൈവം ഇതുപോലെ മഹത്വ്യക്തികളോട് സ്റ്റേജ് പങ്കിടാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കുന്ന ജഗദീഷിനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത
അമ്പലപ്പുഴയുടെ സ്വകാര്യ അഹങ്കാരവും നമ്മുടെ പ്രിയങ്കരനുമായ പ്രിയപ്പെട്ട ഈ സുധാകരൻ എമ്മിൻ്റെ അവർ ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ ഈ ബഹുമാന്യായ ഈ നാടിൻ്റെ നന്മമരം എന്നാണ് ഞാൻ ശ്രീ ആർ ഹരികുമാർ തട്ടാരത്തി ഈ വേദിയിൽ ബഹുമാന്യായ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ. ചടങ്ങിൽ സി രാധാകൃഷ്ണൻ, ഡോക്ടർ കെ ജി പത്മകുമാർ, കെ എ സൈഫുദ്ദീൻ, അഷ്റഫ് കുന്നക്കാട്, അഡ്വക്കേറ്റ് മുജീബ് വൈലിത്തറ, കൃഷ്ണപ്രിയ, അബ്ദുൾ വഹാബ് പറയന്തറ, നിസാർ കുന്നുമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ട്രഷറർ ജമാൽ പള്ളാത്തുരുത്തി ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി.